പാർട്ടിയിലെ എതിർവിഭാഗത്തിനെതിരെ പരോക്ഷ വിമർശനം നടത്തിയ പി.കെ. ശശിക്കെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് ഔദ്യോഗിക വിഭാഗം. വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട എന്ന മുഖ്യമന്ത്രി പിണറായിയുടെ പഴയ പ്രസംഗം പോസ്റ്റ് ചെയ്താണ് മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി ശശിക്ക് മറുപടി പറഞ്ഞത്. മണ്ണാർക്കാട് മേഖലയിലെ വിവിധ ലോക്കൽ സെക്രട്ടറിമാരും കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. ഏതൊരു വ്യക്തിയാലും പ്രസ്ഥാനത്തിന് കീഴ്പ്പെട്ടു പോകും. എന്റെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആരെയും പേടിയില്ലെങ്കിൽ പുരക്കെ തൂണിനെങ്കിലും പേടിക്കണം. ഏത് കമ്മ്യൂണിസ്റ്റുകാരനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിലായിരിക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കീഴ്പ്പെട്ടു പോകണം. പിണറായി വിജയൻ പണ്ട് VS-നോട് പരോക്ഷമായി പറഞ്ഞ മറുപടി പ്രസംഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് പി.കെ. ശശിയുടെ ഒളിയമ്പിന് CPIM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി മറുപടി പറഞ്ഞത്. കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും ഗിയാമെന്നാൾ വരെ സുഖിക്കാമെന്ന് കരുതുന്നവർക്ക് നഷ്ടത്തിൻ്റെയും മോഹഭംഗത്തിൻ്റെയും കാലമായിരിക്കും വരാനിരിക്കുന്നത് എന്ന് പറഞ്ഞ് പി.കെ. ശശിയിട്ട FB പോസ്റ്റ് പാർട്ടിക്കാരെ കടുത്ത അമർഷത്തിലാക്കി എന്ന് വ്യക്തം. ആയിരക്കണക്കിന് സഖാക്കളെ നശിപ്പിച്ച പുണ്യാള, കാലം നിന്നോട് കണക്ക് ചോദിക്കാതെ പോകില്ല എന്നായിരുന്നു ഒരു കാലത്ത് ശശിയുടെ വലങ്കയ്യായിരുന്ന മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി മൻസൂറിന്റെ മറുപടി. കണ്ടിട്ടും കേട്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാത്ത ആട്ടിൻ തോലിട്ട ചെന്നായി എന്നുകൂടി മൻസൂർ പറയുന്നു. DYFI നേതാവ് ശ്രീരാജ് വെള്ളപ്പാടം അല്പം കടുപ്പിക്കുന്നുണ്ട്. രക്തസാക്ഷി അബ്ദുൽ ഗഫൂറിന്റെ കൊലപാതക കേസിൽപ്പെട്ട ലീഗ് നേതാവിനെ രക്ഷപ്പെടുത്തിയവൻ എന്നാണ് ശശിയെ പേരെടുത്ത് പറയാതെയുള്ള വിമർശനം. കോട്ടോപ്പാടം, കുമരമ്പത്തൂർ ലോക്കൽ സെക്രട്ടറിമാരും പരോക്ഷ വിമർശനത്തിലൂടെ കണക്കിന് കൊടുത്തു. തന്നെ കൈവിട്ട് എതിർചേരിയിലേക്ക് പോയവരെ ലക്ഷ്യമിട്ട് പി.കെ. ശശി എഴുതിയ കുറിപ്പിന് മണ്ണാർക്കാട്ടെ പ്രാദേശിക നേതൃത്വം ഒന്നാകെ രംഗത്ത് വന്നത് ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും വ്യക്തം. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.